ഈ പ്രോഗ്രാമിലേക്ക് മോർണിംഗ് മീറ്റിലേക്ക് എല്ലാവരെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇന്ന് നമുക്കറിയാം വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്, അല്ലെ? വലിയൊരു ഇൻഡസ്ട്രിയുടെ നമുക്ക് കൈ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇത്രയും രാവിലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, എല്ലാ തണുപ്പുകളൊക്കെ എല്ലാവരുടെ നല്ല തണുപ്പുണ്ടോ, തണുപ്പുകളൊക്കെ മാറ്റി വെച്ച് എന്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സൂം മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ എന്തിനു വേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്? നമുക്കറിയാം കൊറോണ സമയത്ത് നമ്മൾ പല ആളുകളും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെ? ബിസിനസ് ആയിട്ടായാലും നമുക്ക് എന്താണ് പല രീതിയിലേക്ക്, കാരണം ഇനി അങ്ങോട്ടേക്ക് നമ്മൾക്ക് ജീവിക്കോ എന്നുള്ള രീതി ഘട്ടം വരെ എത്തിയിട്ടുള്ള ഒരാളുകളായിരുന്നു നമ്മളൊക്കെ. അപ്പൊ കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ തിരിച്ചറിവുണ്ടായത് കൊറോണ സമയത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, അല്ലെ? നിലവിലുള്ള ജോലി കൊണ്ടു കാര്യമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ കുറെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ രൂപത്തില് നമ്മൾ ഇന്ന് നോക്കുന്നതിന് പല പത്ര കട്ടിങ്ങുകളിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിരന്തരം നമ്മളെ മുന്നിലേക്ക് അറിയാവുന്നതും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് തൊഴിലില്ലായ്മേന്റെ പ്രശ്നങ്ങൾ. ഇന്ന് നമുക്കറിയാം പല കോഴ്സുകളും പഠിച്ച കുട്ടികൾക്കും പല ആളുകൾക്കും ജോലി കിട്ടുന്നില്ല എന്നുള്ള ഇതൊക്കെ പഴയ കണക്കുകളാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പത്ര കട്ടിങ്ങുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ കോവിഡ് സമയത്തുള്ളൊക്കെ ന്യൂസുകളാണ് പ്രധാനപ്പെട്ടതുള്ളത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ന്യൂസാണ് 2014 വന്നൊരു ന്യൂസ്. ഇത് നമ്മൾ അധികവും GTSലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ മുന്നിലുണ്ട്. കാരണം നേരത്തെ കാണിച്ചു തന്ന പലതിൻ്റെ അകത്തും നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് തൊഴിലില്ലായ്മേന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതും അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതും ഇതിന് വലിയൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റ് ഒരു ഫിക്കിലെ ഉള്ള കണക്കാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അന്നത്തെ ഒരു കണക്ക്, കാരണം ഗവൺമെന്റ് തരെ അന്ന് 2014 വരെ ഈ ഒരു വ്യവസായത്തെ കുറിച്ച് മുന്നേ നോക്കി കണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോഴും നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഗവൺമെന്റ് പറഞ്ഞ കണക്ക് പ്രകാരം 18 മില്യൺ യൂത്ത് 2025 ആകുമ്പോൾക്ക് ഇന്ത്യയിൽ ഈ ബിസിനസ്സിലായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോ അത്ര പോലും ഗവൺമെന്റ് വരുന്നതിന് ഇനി ഒരു പുതിയൊരു എന്താ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇന്നും ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള നമ്മൾ ഈ മോർണിംഗ് മീറ്റിലൂടെയും GTSലൂടെയും വർക്ക്ഷോപ്പിലൂടെയും അല്ലെങ്കിൽ എന്താണ് FSസിലൂടെ ഒക്കെ ഈ പഠിക്കുന്ന ബിസിനസ് അവർ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ആളുകള് നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യും, നല്ല ബിസിനസ് ചെയ്യുന്ന ആളുകളെ കൂടെയാണ് ചെയ്യുക, സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുമല്ല ചെയ്യുക പഠിച്ചു വരുന്ന കുട്ടികൾ. അപ്പോ നമ്മളും അതിനനുസരിച്ചിട്ട് പഠിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നല്ലോണം പഠിച്ച നല്ലോണം ചെയ്യുന്ന ആളുകളുടെ കൂടെ മാത്രമേ ഇനി ആളുകൾ കടന്നു വരൂ എന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് നിയമപരമായിട്ടുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ നിയമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഈ അവസരത്തിലേക്ക് വരാൻ വളരെയേറെ പേടിയുണ്ടായിരുന്നു. കാരണം നിയമം ഇല്ലെങ്കിൽ ഒരു കാര്യവും നമ്മളെ രാജ്യത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ നിയമവ്യവസ്ഥയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഇന്ന് പൂർണ്ണമായിട്ട് കേരളത്തിൽ പൂർണ്ണമായിട്ട് നിയമപരമായിട്ടാണ് ഇന്ന് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് വ്യവസായം ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇന്ന് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഒരു കൈപുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയൊക്കെ അന്നത്തെ സന്ദേശം നൽകിയതാണ്. ഇതൊക്കെ ഓരോരുത്തർക്കും വായിച്ചു നോക്കാം, അല്ലെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. കാരണം അത്ര പോലും ഗവൺമെന്റ് തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യം കൊണ്ടുകൊണ്ടാണ് ഈ ഒരു മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഗസറ്റ് വിജ്ഞാന രേഖയാണ് 2021 പുറത്തിറക്കിയ. അതുപോലെ ലോകത്ത്, അതായത് വേൾഡിൽ ഈ ഒരു മേഖലക്ക് വലിയ സാധ്യത ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ മാത്രമാണോ ഇത് വന്നത്? അല്ല, ലോകത്ത് നമുക്കറിയാം. നമ്മൾ മറ്റു രാജ്യങ്ങളിലായിട്ട് ഒരു 10-20 കൊല്ലത്തെ ഡിഫറൻറ്റിലൂടെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ടെക്നോളജി ആയിക്കഴിഞ്ഞാലും ടെക്നിക്കൽ ആയിക്കഴിഞ്ഞാലും ഒക്കെ. കാരണം ഒരു അമേരിക്കയിൽ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു 20-25 വർഷത്തെ ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളിലേക്ക് നെറ്റ്വർക്കും അല്ലെങ്കിൽ ഫോണും ഒക്കെ വരാൻ വേണ്ടി കുറച്ച് താമസം എടുത്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പൊ നല്ല ഗ്രോത്തിലേക്കാണ് നമ്മൾ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളും കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേൾഡിൽ നോക്കുന്നതിന് $180.5 മില്യൺ ഇൻഡസ്ട്രി ആയിട്ട് വന്നിട്ടുള്ള ഒരു കണക്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ലോകത്ത് മൊത്തമായിട്ട് അന്നത്തെ ഒരു കണക്കാണ്. ഇത് മുന്നേ ഉള്ള ഒരു കണക്ക് പ്രകാരമാണ്. ഇന്നൊക്കെ അതിന്റെ കണക്കൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാകും. കാരണം 118.4 മില്യൺ ആളുകള് ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫുൾ ടൈം കരിയർ ആയിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യയിലും ആ 2019 കണക്ക് പ്രകാരം 5ാം സ്ഥാനത്താണ്. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ അകത്ത്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകൾക്കുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു മണ്ണ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ നോക്കുക, ഇനിയിപ്പോ നിയമപരമായിട്ടൊക്കെ വന്ന സമയത്ത് ഇനി ഒരുപാട് കമ്പനികൾ വിദേശ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നതാണ്, ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിൽ തന്നെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കമ്പനിയിലാണ്. അപ്പൊ ഇങ്ങനെ പല കമ്പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണോ നിങ്ങൾ കയറി ചെന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. കാരണം നമ്മളെ മക്കൾ ഒരു ജോലിക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കും, നല്ല കമ്പനിയാണോ അല്ലെങ്കിൽ നല്ല സ്ഥലത്താണോ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളായിരിക്കും ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ പറയും നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിൽ തന്നെ നല്ലൊരു കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് പല മണി ചെയിനുകളിലും ആളുകൾ ചെന്ന് ചാടുന്നതെന്നുള്ള സത്യാവസ്ഥ. അപ്പൊ നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മളൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. അപ്പം പലപ്പോഴും എന്തായാലും സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. സക്സസ്ഫുൾ ആയിട്ട് ട്രാക്ക് റെക്കോർഡ് കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ. കാരണം ഇതിൽ നമുക്ക് അറിയാം, ഒരു വിദ്യാഭ്യാസ ആളുകളോട് ചോദിക്കുന്നില്ല, ഇത്ര വരെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ഒന്നും ഇതിൻ്റെ അകത്ത് ഒരു വിഷയമല്ല അല്ലേ. അപ്പൊ ഒരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കണം. സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റും ലീഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അട്രാക്ഷൻ ഉള്ള ബിസിനസ് പ്ലാനും കൂടെ ഉള്ള ഒരു കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും ഇന്ന് ഒത്തുചേർന്നിട്ടുള്ള, ഇന്ന് ഇന്ത്യയിൽ നമുക്ക് എന്നൊക്കെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന, ഇന്ന് ഇന്ത്യൻ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇനി വേൾഡിലേക്കൊക്കെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മൈ ലൈഫ് ടൈം മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അപ്പൊ ഈ ഒരു കമ്പനിയിലെ എന്തുകൊണ്ട് ഇത്രയും നമ്പർ 1 ആയി മറ്റൊരുപാട് കമ്പനികൾ വന്നിട്ടും എന്തുകൊണ്ട് നമ്പർ 1 ആയിട്ട് ഇന്നും തിളങ്ങുന്നു എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ് വിങ് തന്നെയാണ്. നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ അത്രയും ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ആരുടെ കൈകളിലൂടെ വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഡോക്ടർ പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ റിസർച്ച് ചെയ്തിട്ടോ ഒന്നല്ല കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഡോക്ടർ DB അനന്തനാരായണൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊന്ന് പ്രൊഫൈൽ ഒന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കി, ഇന്ന് നമ്മുടെ കയ്യിൽ ഫോണുകളുണ്ട്, ഇന്റർനെറ്റിന്റെ സൗകര്യം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മാത്രം മതി, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു വലിയൊരു സയന്റിസ്റ്റ് വിങ്ങിന്റെ പാനൽ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇവരൊക്കെ ലൈഫ് ടൈം എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മളെ മൈ ലൈഫ് ടൈം മാർക്കറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത്രത്തോളം വലിയൊരു സയന്റിസ്റ്റ് വിങ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഡോക്ടേഴ്സും സയന്റിസ്റ്റ് വിങ്ങും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ്, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് അറിയപ്പെടുന്ന അതാണ് ഒന്ന് നമ്മുടെ ആയുഷ് എന്ന് പറയുന്നത്. അപ്പൊ ആയുഷ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താണ്, നമ്മുടെ കമ്പനിക്ക് മാത്രം കിട്ടിയല്ല, ഒരുപാട് കമ്പനികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ഏകദേശം ഒരു 400 മേലെ പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ആയുഷ് പ്രീമിയം മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മാർക്കിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്. വിദേശത്തേക്കടക്കം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ബില്ലോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയതാണ്. അത്രയും പോലും, കാരണം ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആയുഷ് പ്രീമിയം മാർക്കാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് മാർക്കുണ്ട് ഇന്ത്യയിൽ മാത്രം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രീമിയം മാർക്കാണ്. 27ലേറെ പ്രൊഡക്റ്റുകൾക്ക് അത് ഈ ഒരു പ്രീമിയം മാർക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ ഒരുപാട് നാഷണൽ അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മളെ കമ്പനിക്ക് ഉണ്ടെന്നുള്ള. അപ്പൊ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണോ, അതിലും വളരെ പ്രധാനപ്പെട്ട ഇതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്നറിയാം, ഇന്ന് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് വെൽനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോഴും പലപ്പോഴും നമ്മൾ ആരോഗ്യമന്ത്രി ഒക്കെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കുകളാണ് വെൽനസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ ഒരു വീഡിയോ. അപ്പോൾ വെൽനസിന് അത്രയും പ്രാധാന്യം കാണുന്നുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതശൈലി രോഗം കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ വരാൻ പോകുന്നത് വെൽനസിന്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കമ്പനിയും ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ നമുക്ക് കണക്ക് പ്രകാരം നോക്കുന്നതിന് നിങ്ങൾ നോക്കുക, വെൽനസ് ഉൽപ്പന്നങ്ങൾക്കുള്ള സാധ്യത എത്രയുണ്ട് എന്നുള്ളത്.
എത്ര ശതമാനം ആളുകൾക്കുണ്ട്? 55% ഗ്രോത്ത് വരാൻ പോകുന്നുണ്ട് വെൽനസ്സിന് ഇനി എന്നുള്ളത്. ബാക്കിയുള്ള ഓരോ സംഗതിക്കും നമുക്കറിയാം, ഹോം കെയർ ആയി കഴിഞ്ഞാലും പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളൊക്കെ കഴിഞ്ഞാലും അതിന്റെ ഒക്കെ പെർസെൻറ്റേജ് നോക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്നത് വെൽനസ് ആണെന്നുള്ളത് നമുക്ക് കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്നുള്ളതാണ്. നമുക്കറിയാം, ഹെൽത്ത് വേണം. ഹെൽത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ആരോഗ്യമുണ്ട്, നമുക്കൊരു വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ വരുമാനം ഉണ്ട് എങ്കിൽ സമയം ഇല്ലെങ്കിൽ ഇതിനൊന്നും, ആരോഗ്യമുണ്ട്, പൈസ ഉണ്ടെങ്കിലും ഇതൊന്നും ചെലവാക്കാനുള്ള സമയം ഇല്ലെങ്കിൽ അതുകൊണ്ടും ജീവിതത്തിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മനുഷ്യരും, എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഈ 3 കാര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഒരു 90% ആളുകൾക്കും, ഈ 90% ആളുകൾക്കും ഇത് 3 ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അപ്പോ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ കിട്ടുന്നത് നമ്മളെ ഹെൽത്ത് ആണെന്നുള്ളതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വെൽനസ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ കമ്പനി തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഉൽപ്പന്നം എന്തുണ്ട്? ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഓക്കെയാണ്. ഇനി 1-2 വർഷം ഇതൊരു ടീം വർക്കായിട്ട് നിങ്ങളെ കൂടെ ഈ ബിസിനസ് ഒന്ന് ഏറ്റെടുക്കുക, ഞാൻ വെൽത്തും കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഒരു 2-3 വർഷം, ഒരു 30 കൊല്ലം എടുക്കേണ്ട പണി നമ്മൾ 4-5 വർഷം നമ്മൾ ഇവിടെ ഒന്ന് പണിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആരോഗ്യത്തോടു കൂടിയുള്ള, സമ്പാദ്യത്തോടു കൂടിയുള്ള ഒരു ഫ്രീഡം കിട്ടാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാര്യവും നമുക്ക് ഈ ഒരു അവസരത്തിലൂടെ കിട്ടും എന്നുള്ളതാണ്. ഇനി ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത്, ഏകദേശം 95% ആളുകൾ ഇൻവോൾവ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയിലാണ്. കാരണം നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം, എന്നാൽ ആ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളതാണ്. എന്നാൽ ഇന്നേ വരെ വലിയൊരു ജോലി നേടിയിട്ട് ജീവിതത്തിൽ ജോലി എടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും കാണിച്ചു തരാനില്ല. കാരണം നിങ്ങൾ പല മേഖലയൊന്നും എടുത്തു നോക്കുക. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണെങ്കിൽ ആ ഓട്ടോറിക്ഷ 10-20-30 കൊല്ലം ഓടിച്ച ഒരു വ്യക്തിന്റെ ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഓട്ടോറിക്ഷ എടുത്തു പോയിക്കോളാം. അതേപോലെ നിങ്ങൾ ഏതൊരു മേഖലയിലാണെങ്കിൽ ആ മേഖലയിൽ 10-20-30 വർക്ക് ചെയ്യുന്ന ആളെ നിങ്ങളൊന്ന് പഠിക്കുക, അവരെത്ര സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ജോലി ചെയ്യുന്ന ആളുകളെ നോക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അവർ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല, ജീവിച്ചു പോകുന്നുണ്ടാവും. ലിവിങ് ഈസ് ഈസി, ബെറ്റർ ലിവിങ് ഈസ് എന്താണ് ബുദ്ധിമുട്ടാണ്. കാരണം ജീവിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. കാരണം ജീവിക്കാൻ വലിയ ഇതുണ്ടോ? നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കാനോ ഡെയിലി നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകാൻ ഇപ്പം വലിയ ജോലിയൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റും. പക്ഷെ നല്ലോണം ജീവിക്കണമെങ്കിൽ, ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടണമെങ്കിൽ, ആ ലൈഫ് ആഘോഷിക്കുന്ന ആളുകൾ ബിസിനസ്സുകാരാണ്, അല്ലെ? ആ രീതിയിൽ നിങ്ങൾ ആരെ എടുത്തു നോക്കിക്കോ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബിസിനസ് ഉണ്ടാവും, അല്ലെ? അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് ലൈഫിൽ വലിയ വരുമാനങ്ങളും വലിയ ലൈഫ് ടൈം എൻജോയ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അതേപോലുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമുക്കറിയാം, പണമായിട്ട് നമ്മുടെ കൈകളിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ അധ്വാനം അവിടെ ചെയ്യണം. നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത്, എത്ര സമയം ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാനത്തിൽ പണമായിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോ ഒരു കോമൺ മാനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തിച്ചു നോക്കണം. ഇപ്പോഴും പഴയ ആൾക്കാരും ജോലി ഒഴിവാക്കാതെ, കാരണം എന്താണ്, ജോലി വിടാൻ പറ്റാതെ അത് വലിയൊരു സംഭവമാക്കി കൊണ്ടുകൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാരണം, ജോലിക്കാരന്റെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് നമുക്കറിയാം രക്ഷപ്പെടാൻ പറ്റുമെന്ന് വെച്ചാൽ എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓരോരു പേഴ്സണൽ എഫേർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻകം ഉണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട് അവിടെ. കാരണം 8 മണിക്കൂർ മാത്രമാണ് ഒരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ, സാധാരണ രീതിയിൽ ജോലി ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത് 15,000-40,000 രൂപ വരെ. അതിൻ്റെ അകത്ത് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാം, അല്ലേ? അതൊരു 16 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 25,000-60,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു വ്യക്തിക്ക് സാധിക്കാത്ത ഒരു കാര്യമുണ്ട്, 24 മണിക്കൂറും പണിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ 24 മണിക്കൂറും പണിയെടുത്താൽ പോലും 1,00,000 താഴെ മാത്രമേ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി നമ്മൾ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ നോക്കുന്നതാണ്, 1 മണിക്കൂർ പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 രൂപ കിട്ടുമെന്ന് വിചാരിക്കാം. ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ നിങ്ങൾക്ക് 200 റുപ്യ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 മണിക്കൂർ പണിയെടുത്താൽ മതി. ഇനി അതൊരു 3 മണിക്കൂർ പണിയെടുക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതൊരു 10 മണിക്കൂർ പണിയെടുത്താൽ എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും എന്ന് വിചാരിക്കുക.
അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 2000 രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ഒരു 20 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും അല്ലെ, ഒരു 2000 റുപ്യ കിട്ടണമെങ്കിൽ. അപ്പൊ ഒരു വ്യക്തിനെ കൊണ്ട് എത്രമാത്രം വരുമാനം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സമയം എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിന് മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. കാരണം നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2000 രൂപ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തികളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ, അല്ലേ? പക്ഷെങ്കിൽ എങ്ങനെ നമുക്ക് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ വലിയ റിച്ച് മാനങ്ങൾ എങ്ങനെയാണ്, ബിസിനസ്സുകാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു 8 മണിക്കൂറും 16 മണിക്കൂർ 24 മണിക്കൂർ അവർ ജോലി ചെയ്യുന്നില്ല. 8 മണിക്കൂറും 16 മണിക്കൂറും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെ സമയം അവർ വാങ്ങിക്കുന്നുണ്ട്, പണം കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പൊ നമുക്കും അതേപോലെ തന്നെ പണം കൊടുത്ത് വാങ്ങിക്കാം, അല്ലെ? നമ്മളൊരു ഷോപ്പ് തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി കുറെ ആളുകൾ അതിൻ്റെ അകത്തേക്ക് അവരെ സമയവും കഴിവും ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാം. അത് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ വലിയൊരു പണം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിക്ഷേപിക്കണം. അപ്പൊ നിങ്ങളോട് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, നമുക്കറിയാം ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഏതൊരു സാധാരണക്കാരൻ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, സ്വപ്നം ഉണ്ടെങ്കിൽ, അവർ വിചാരിച്ച രീതിയിൽ ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇന്ന് ലോകത്ത് തന്നെ ലാൻഡ് ലാബർ ക്യാപിറ്റൽ ഇല്ലാതെ ഇന്ന് ആരംഭിക്കാൻ പറ്റിയ ഒരേ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നേരിട്ടുള്ള വിപണന രീതി ഇന്ന് ഏകദേശം 120 രാജ്യങ്ങളിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും വലിയ രീതിയിലേക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്കൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പാരമ്പര്യമായിട്ടുള്ള കച്ചവട രീതി നമുക്കറിയാം. ആ രീതിയിൽ എങ്ങനെ ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും നമ്മളെ അടുത്തുള്ള ഷോപ്പുകളിലല്ല, ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ആ ഫാക്ടറിയിൽ നിന്ന് നമ്മളെ കയ്യിൽ എത്തിയത് എങ്ങനെയാണ്? നമ്മൾ ഒരിക്കലെങ്കിലും ഫാക്ടറിയിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റുമോ? നിങ്ങളെ തൊട്ടടുത്ത വീടിന്റെ അടുത്തൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ഒരു സാധനവും നിങ്ങൾക്ക് കിട്ടില്ല. അത് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എത്തുക? അതൊരിക്കലും എപ്പോഴും നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലെടുത്തും, അതിന് സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിൽ, റീറ്റെയിൽ, അവിടെ നിന്നാണ് കസ്റ്റമർക്ക് കിട്ടുക. അതിൻ്റെ ഇടക്ക്, കാരണം ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആരാണ്? പരസ്യമാണ്. താരമൂല്യമുള്ള ആളുകളെ വെച്ചുള്ള പരസ്യം ചെയ്യും, സെലിബ്രിറ്റികളുടെ ആളുകളെ വെച്ചിട്ട്. അപ്പൊ അവിടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അല്ല പ്രധാനം, അതിന്റെ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. പരസ്യം കണ്ടിട്ടാണ് 90% സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവിടെ നമുക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതും എന്തുണ്ട് അതിന്റെ ഉപയോഗം എന്നുള്ളതൊന്നും അല്ല. അപ്പൊ ആ രീതിയിലേക്കാണ് ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിൽ വരുന്നതെങ്കിൽ ഇവിടെ നോക്കുന്ന ലാഭം കൊണ്ടുവന്നത് ഈ പറഞ്ഞ ഈ ഇടനിലക്കാരും പരസ്യക്കാരാണ്. കാരണം ഒരു 10 രൂപയുടെ സാധനം MRP കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ അതിന്റെ എന്താണ് നമ്മുടെ ഫാക്ടറിയിൽ വരുന്നത് വെറും അതിന്റെ 40% അല്ലെങ്കിൽ 35% മാത്രമേ ഉള്ളൂ. അതായത് 10 രൂപയുടെ സാധനത്തിന് 4 രൂപയെ വരുന്നുള്ളൂ, ബാക്കി 6 രൂപ കൊണ്ടുവന്നത് ഇടനിലക്കാരും പരസ്യക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 രൂപയുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് ഇപ്പം കാണുന്നല്ലേ? ഏകദേശം ഒരു 10,000-ന്റെ മേലോട്ടേക്ക് ഇപ്പം ഫോൺ നല്ലൊന്ന് കിട്ടണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒക്കെ 60% എത്ര ഉണ്ടാവും? 6,000 റുപ്യ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആർക്കാ കൊടുത്തത്? ഈ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൂടി. പക്ഷെ ഈ ഒരു കച്ചവട രീതിയിൽ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം റീറ്റെയിൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണെന്നുള്ളത്. അതിന്റെ മേലോട്ടുള്ള ആളുകളെ പറയണ്ടല്ലോ. അപ്പൊ കോടികളും ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് അവർ ലാഭം ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ അവരൊരിക്കലും ഈ ഒരു മാർക്കറ്റിംഗ് രീതിയെ ഒരിക്കലല്ല കുറ്റം പറയുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരന് പൈസ ഇല്ലാതെ എങ്ങനെ വലിയൊരു ഏണിംഗ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ഡയറക്ട് സെല്ലിംഗ് കൊണ്ടുള്ള ഒരു ഉപകാരം. അപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന്റെ അകത്ത് മാനുഫാക്ചർ ഉണ്ടാവും. കാരണം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫാക്ടറി വേണം, അല്ലെ? അങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി, കാരണം അങ്ങനെ ഒരു ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ലീഗൽ അല്ല, അല്ലെങ്കിൽ അതൊരു മണി ചെയിൻ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൃത്യമായിട്ടുള്ള ക്വാളിറ്റി, നല്ല കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണെന്നുള്ളത്. അങ്ങനെ ആ ഉൽപ്പന്നം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടെങ്കിൽ ആ ഡയറക്ട് സെല്ലിംഗ് കമ്പനിന്റെ ഔട്ട്ലെറ്റിലേക്ക് സാധനം എത്തിക്കുകയും അവിടുന്ന് കസ്റ്റമർ മുഖേന യഥാർത്ഥ കസ്റ്റമറിലേക്ക് എത്തുന്ന ഒരു സിംഗിളാണ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നിലവിലുള്ള കച്ചവടത്തിന്റെ അകത്ത് ഇടനിലക്കാരും പരസ്യക്കാരായി നിൽക്കുന്നത് വലിയ ബിസിനസ്സുകാർ, അല്ലെങ്കിൽ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ ഉൽപ്പന്നം വാങ്ങിച്ച ആള് തന്നെയാണ് ഇവിടുത്തെ ഇടനിലക്കാരും പരസ്യക്കാരനും. അപ്പൊ ആ പണി നമ്മളൊന്ന് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് അവർക്ക് മാറ്റിവെച്ചൊരു 60%
നമ്മളിലേക്ക് തന്നെ തിരിച്ച് കമ്പനി തരും എന്നുള്ളതാണ്. അപ്പൊ ആ പണിയെടുക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. ഇനി ഈ ഒരു അവസരവും കൂടി നമുക്ക് വലിയൊരു അവസരം കമ്പനി തരുന്നുണ്ട്. അപ്പൊ ഞാൻ കമ്പനിയുടെ പേര് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ തന്നെ പ്രൊഫൈല് ജസ്റ്റ് ഒന്ന് നോക്കാം. 2013 ആഗസ്റ്റ് 14 കമ്പനി ഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 700-ലധികം ഫ്രാഞ്ചൈസി ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. 2050 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിക്കിയിൽ മെമ്പർഷിപ്പ് ഉള്ളതാണ്. FTFCയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. സ്കിൽ ഇന്ത്യയിലെ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2019, 2024, 2025 കാലങ്ങളിൽ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തുള്ള ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓണേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ എന്താണ് റിസർച്ച് വിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം RSS അക്കാദമി എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇന്നിപ്പോൾ 27-ലേറെ സർട്ടിഫിക്കറ്റുകൾ ആയുഷ് പ്രീമിയം മാർക്കറ്റിലുണ്ട്. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇന്റർനാഷണൽ ഓപ്പറേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിന് എടുത്തിട്ട് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ, ഒരു സോപ്പിന്റെയോ പേസ്റ്റിന്റെയോ എന്തെങ്കിലും ഒരു ഐസ്ക്രീമിന്റെ തെങ്ങിന് നിങ്ങളെ നാട്ടിൽ വിൽക്കണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങളെ ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൗണിൽ എവിടെയും കിട്ടണമെങ്കിൽ. അപ്പൊ അതേ സ്ഥാനത്ത് നിങ്ങളെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് കമ്പനി പറയുന്ന ഒരു ഒറ്റ കാര്യമുണ്ട്, ഇന്ത്യയിൽ മൊത്തം സപ്ലൈ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു നയാ പൈസ ചെലവില്ലാണ്ട് ഫ്രീ ആയിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതിന് പ്രത്യേകിച്ച് ഒരു ഫീസും കൊടുക്കണ്ട, ഒരു പൈസയും കൊടുക്കണ്ട. ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെ എന്തോ നിങ്ങളെ ബന്ധങ്ങൾ ഇനിയിപ്പം വിദേശത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അറബികൾക്കടക്കം കച്ചവടം ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതായത് ഒരു അറബി പല്ല് തേച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൈ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഇനി പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ഞാൻ ഓരോന്നോരോന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. അപ്പോൾ പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു പോവാം, ടൈമില്ല. അപ്പോൾ ഇതൊരു കപ്പ് സിറപ്പാണ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ആൽക്കഹോളും സിറോഡും ഇല്ലാത്ത, ഇന്ന് മാർക്കറ്റിൽ ഒരുപാടുള്ള സിറപ്പുകളുള്ള ആൽക്കഹോളും സിറോഡുകളുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ആൽക്കഹോളും സിറോഡുകളൊന്നും ഇല്ലാത്ത ഒരു കപ്പ് സിറപ്പാണ്. ചുമയും കാര്യങ്ങളും കഫക്കെട്ടും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി. ലിവൊക്കെ എന്ന് പറയുന്ന ഗ്യാസ്, നെഞ്ചച്ചിൽ, വായ്പുണ്ണ്, വയറ്റുപുണ്ണ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വെൽ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രക്തോട്ടം നല്ലോണം ഉണ്ടാവും. അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കൈതരിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് വെൽ ഹാർട്ട് എന്ന് പറയുന്നത്. നോ വേദന ക്യാപ്സൂൾ, അതായത് വേദന റിലീഫാണ്. അതായത് വേദനത്തിന് കാരണത്തെ കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ല് തേയ്മാനവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, വേദനക്കൊക്കെ ഉപയോഗിക്കാം. ഫൈട്രസ് എന്ന് പറയുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യൂറി ഫ്രഷ്, മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങൾ, 3 തരത്തിലുള്ള മൂത്രത്തിൽ കല്ല് അലിയിച്ച് കളയാൻ പറ്റിയാണ്. പിന്നെ സൈക്ലോവ, PCOD, PCOS പോലുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് പീരീഡ്സ് റെഗുലർ ആകാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വുമൺ കമ്പൈൻ എന്നതും ലേഡീസിനുള്ളതാണ്. നമ്മൾ പീരീഡ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. മേൻശക്തി മേൻ എന്ന് പറയുന്നത് കൗണ്ട് കുറവുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്കും സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. ചാമ്പി തൈലം എന്ന് പറയുന്ന ഒരു മാജിക്കൽ തൈലം എന്നറിയപ്പെടുന്ന ഒരു തൈലാണ്. കാരണം നമുക്ക് ദേഹത്ത് മൊത്തമായിട്ട് തല മുതൽ കാൽപാദം വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു തൈലമാണ്. പിന്നെ ആയുഷ് പ്രീമിയം മാർക്കിലുള്ള ഒരു പ്രോട്ടീൻ പൗഡർ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ പുതിയ വന്ന പ്രൊഡക്റ്റ് ആണ്. ആൻറ്റാസിഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ നെർവ് എനർജി, ഞരമ്പുകളുള്ള ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ആൻഡ് ഈസി, ശോധനവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നമാണ് പൈൽസിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ചെറിയ മക്കൾക്ക് അടക്കം കൊടുക്കാൻ പറ്റിയ ആയുർവീർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഇതൊരു അമേസിങ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മളെ 9E5 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് നിർബന്ധമായിട്ടും എല്ലാവരും നിർബന്ധമായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് പറയുന്ന നിർബന്ധമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളെ ബെറി പഴങ്ങൾ ഒരു സത്താണ്. 14 തരത്തിലുള്ള ബെറി പഴങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സത്താണ്. ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ബെറി പഴങ്ങളിലാണ്. ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, ഇനി ക്യാൻസർ ആയിട്ടുള്ള ആളുകളൊക്കെ കിമോ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാം.
അതുപോലെ കവചപ്രാശം എന്ന് പറയുന്ന ചവനപ്രാശമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫാമിലിയിൽ മൊത്തമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രലൈഫ്. ന്യൂട്രീഷന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം അസ്ഥിയൊരുക്കത്തിന്റെ അല്ലെങ്കിൽ വെള്ളപ്പോക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ലേഡീസിന് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മളെന്താ കണ്ണിന് കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ എന്താണ് എല്ലി പല്ല് മുടിക്കൊക്കെ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷനായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കൊടുക്കുന്നതാണ്. ഒരു സൂപ്പർ ഫുഡായിട്ട് അറിയപ്പെടുന്നതാണ് സ്പിർന ഗോൾഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ നമ്മൾ അതുപോലെ തന്നെ എന്താണ് മോറോ ലൈഫ് എന്ന് പറയുന്നത്, അതായത് തടിയൊക്കെ കുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. മുരിങ്ങ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡ് സപ്ലിമെന്റ് ആണ്. വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതുണ്ട്. ഇനി ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് നമ്മുടെ ഹാൻഡ് വാഷ് ആണ്, അതുപോലെ തന്നെ ഫെയർനെസ് ക്രീമും ഫേസ് വാഷും, അതുപോലെ തന്നെ ഷാമ്പുകൾ വരുന്നുണ്ട്. പിന്നെ ബൃങ്കരാജിന്റെ ഹെയർ ഓയിൽ വരുന്നുണ്ട്. ഡേയും നൈറ്റുള്ള ക്രീമുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഷാമ്പുകൾ വരുന്നുണ്ട്. നമുക്കറിയാം വാണിംഗ് ഒന്നും ഇല്ലാത്തൊരു പേസ്റ്റ്, നമ്മൾ പല്ല് വേദന മുനുമൊന്ന് ബ്ലഡ് വരുന്ന പ്രശ്നത്തിന് നമ്മൾ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 5 തരത്തിലുള്ള ലക്ഷറി ബാത്തിങ് സോപ്പ്, അതുപോലെ കണ്ണിന് എന്താണ് അടിയിലുള്ള കറുപ്പ് നിറമൊക്കെ പോകാൻ വേണ്ടി 2.5 ജെൽ എന്ന് പറയുന്ന ജെല്ലുണ്ട്. പിന്നെ പേഴ്സണൽ കെയർ വരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ, അതുപോലെ സ്ട്രെച്ച് മാർക്കെല്ലാം പോകാൻ വേണ്ടിയുള്ള ബോഡി ബട്ടർ ക്രീം ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് വരുന്നതിനകത്താണ് മസാല കാവ് വരുന്നുണ്ട്, കാശ്മീരി കാവ് വരുന്നുണ്ട്, നമുക്ക് ആറിന്റെ ടീ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ വീട്ടിലേക്കുള്ള ക്ലീനിങ് ഐറ്റംസിൽ വരുന്നതാണ് നമ്മളെ പാത്രം കഴുകുന്നതും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതും നിലം തുടക്കുന്നതുമായിട്ടുള്ള ലിക്വിഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി കൃഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അഗ്രോ കെയറിൽ ഒരുപാട് പ്രൊഡക്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ കമ്പനി പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് 10 വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മൾ വാങ്ങി റെക്കമെൻഡ് ചെയ്താൽ ആദ്യ വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈ കിട്ടും. അതായത് കമ്പനി പറയുന്നത് ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഇത് വാങ്ങി നമ്മൾ റെക്കമെൻഡ് ചെയ്ത വരുമാനം ഉണ്ടാകും, റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. പിന്നെ സെയിൽസ് ടോമർ ബോണസ്, ആഴ്ച വരുമാനം ഉണ്ട്, പെർഫോമൻസ് ബോണസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ റിവാർഡ്സ് ഉണ്ട്, ലോയൽറ്റി ബോണസ്, റാങ്കിങ് ഉണ്ട്, ഓവർ റൈഡിങ് ബോണസ്, ഇതൊക്കെ മന്ത്ലി ആണ്. റോയൽറ്റി ഇൻകം മന്ത്ലി ആണ്. ഇപ്പം പുതുതായിട്ട് വന്നൊരു ഇൻകാണ് ടീം ഡെവലപ്മെന്റ് ഫണ്ട്, ഇയർലി കൊടുക്കുന്ന ഒരു വരുമാനമാണ്. ZDC മുതലുള്ള റാങ്കുള്ള ആളുകൾക്കാണ് ഈ ഒരു വരുമാനം കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഇൻകം പ്ലാൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആളുകൾക്ക് സത്യം പറഞ്ഞാൽ പ്രൊഡക്റ്റ് അറിയാം, അല്ലെങ്കിൽ എന്താ നല്ല പ്രൊഡക്റ്റാന്ന് പറയും, പക്ഷെങ്കിൽ ഈ ഒരു പ്ലാന് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആകെ സിമ്പിൾ ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന് കമ്പനി തന്നിട്ടുണ്ട്. കാരണം 2 ഓർഗനൈസേഷൻ മാത്രം ഡെവലപ്മെന്റ് ചെയ്താൽ മതി, ഓർഗനൈസേഷൻ 1, 2 എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതേപോലെ ABCD എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആളുകളെ ഇതിന്റെ അകത്തേക്ക് റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ഓർഗനൈസേഷനിലും കൂടി നിങ്ങൾ A എന്നും പറയുന്ന B എന്നും പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ 2 വ്യക്തികളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഓർഗനൈസേഷൻ 1ലും C യും D എന്ന് പറയുന്ന പോലെ നിങ്ങൾ 2 സുഹൃത്തുക്കളെ ബന്ധുക്കളെ ഈ ഒരു ഓർഗനൈസേഷൻ 2ലും നിങ്ങൾ അവസരത്തിലൂടെ വരുന്ന സമയത്ത് അതിലൂടെ ഒരു 10,000 ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 2 ഓർഗനൈസേഷനിലും 10,000 ബിസിനസ് നടന്നതുകൊണ്ട് തന്നെ അതിന്റെ 12% 1,200 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളാണ് ഇടനിലക്കാരും പരസ്യക്കാർ ആയതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരും. അടുത്തൊരാഴ്ച ഈ കച്ചവടം നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും റീപർച്ചേസിങ് നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീപർച്ചേസിങ് നടക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2,400 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനം ആയതുകൊണ്ടാണ് കച്ചവടം കൂടുതൽ കൂടുതൽ നടത്താൻ പറ്റുന്നത്. ഒറ്റയ്ക്കുള്ള പണിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ടീം വർക്കാണ്. അങ്ങനെ ടീമിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷത്തിന്റെ കച്ചവടം നടക്കും. ഓർഗനൈസേഷൻ 2ലുള്ള ആളുകൾക്ക് നിങ്ങൾ നോക്കുക, 2 ലക്ഷം നടന്നിട്ടുണ്ടെങ്കിൽ ആ 2 ലക്ഷം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെയും 2 ലക്ഷത്തിന്റെ കച്ചവടം നടന്ന വകയിൽ 2 3 കൂട്ടൂല, എന്ത് ചെയ്യും, 1 ലക്ഷത്തിന്റെ പെയർ മാച്ചിങ് ചെയ്യും. ഏതാണോ കുറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് പെയർ മാച്ചിങ് ചെയ്യുക. അപ്പൊ അവിടെ എന്ത് ചെയ്യും, 12,000 രൂപ ഒരാഴ്ച വരുമാനം കിട്ടും. എങ്ങനെയാ വരുന്ന ബാലൻസ്, കാരണം 1 ലക്ഷം നമ്മൾ പെയർ മാച്ച് ചെയ്തതിൻ്റെ അകത്ത് ബാലൻസ് വെച്ചിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ടുമില്ല. 1 കോടി വരെ കമ്പനി ക്യാരി ഫോർവേഡ് ആയിട്ട് മാറ്റി വെക്കുന്നു. ഒരു 5 ലക്ഷത്തിന്റെ കച്ചവടം ഓർഗനൈസേഷൻ 1ലും ഒരു 4 ലക്ഷത്തിന്റെ കച്ചവടം ഓർഗനൈസേഷൻ 2ലും നടന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യും, കമ്പനി 5 ലക്ഷമാക്കി, നേരത്തെ മാറ്റി വെച്ച 1 ലക്ഷം ഉള്ളത് കൊണ്ട് തന്നെ അത് 5 ലക്ഷമാക്കി മാറ്റി അതിന്റെ 12% 60,000 രൂപ ഒരാഴ്ച വരെ ഏൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ടീമിലൂടെ ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെയുള്ള നടന്ന കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. അപ്പൊ എങ്ങനെ ഈ 60,000 ഒക്കെ കിട്ടുന്നു എന്നുള്ളതെല്ലാം പല ആളുകൾക്കും ഡൗട്ട്. ഇതൊക്കെ കിട്ടുമോ? സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് മനസ്സിലാവും. കാരണം
നമുക്ക് ഈ കച്ചവടങ്ങളൊക്കെ എവിടുന്ന് വരുന്നു? ഈ 60,000 ഒക്കെ കിട്ടണമെങ്കിൽ അല്ലെ 5 ലക്ഷത്തിന്റെ കച്ചവടം നടക്കൂ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സ്ലൈഡ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഫ്രഷ് സെയിലായിട്ട് നമ്മളെ കൂടെ നമ്മൾ ഒരു സുഹൃത്തുക്കളും 2 സുഹൃത്തുക്കളാണോ നമുക്കുള്ളത്? അല്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടും. അങ്ങനെയാണെങ്കിൽ ഫ്രഷ് സെയിലായിട്ട് കുറേ ആളുകൾ നമ്മളെ കൂടെ വരും അല്ലേ? പുതിയ പുതിയ ആളുകൾ ഓരോ ആഴ്ചയും കടന്നു വരുന്ന ആളുകൾ ഉണ്ടാവാം. നമ്മളെ ടീമിലൂടെ പുതിയ ആളുകൾ വരും. നമ്മളെ കൂടെയുള്ള പരിചയമുള്ള ആളുകൾ പുതിയ വരും. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കുന്ന സമയത്ത് അതിലൂടെ ഒക്കെ എന്ത് ചെയ്യും? ഈ ഫ്രഷ് സെയിലായിട്ടുള്ള ആളുകൾ കടന്നു വരും. പുതിയ പുതിയ ആളുകൾ ഈ അവസരം കേട്ടുകൊണ്ട് പുതിയ പുതിയ ആളുകൾ വരും. പിന്നെ എന്താണ് റീപർച്ചേസിങ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് റീപർച്ചേസിങ് പ്രൊഡക്റ്റുകളുള്ള കമ്പനികളാണ്. പല കമ്പനിയിൽ ഇന്നും ഡയറക്ട് സെല്ലിംഗ് എന്ന് വന്നിട്ട് പൂട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്ത് ആ വ്യക്തി പുതിയൊരാളെ തപ്പിയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും അത് വിജയിക്കൂല. ഇവിടെ റീപർച്ചേസിങ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ തന്നെ വാങ്ങിക്കുക. നിങ്ങളെ പർച്ചേസിങ്, നിങ്ങൾ ഒരു ഐഡിയ അടിച്ച് ഓപ്പൺ ആക്കിയ സമയത്ത് എത്ര പ്രാവശ്യം വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും? ആയിട്ടില്ല. എല്ലാവരും വാങ്ങിച്ചിട്ടില്ലേ റീപർച്ചേസിങ്? ആവശ്യം വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ റീപർച്ചേസിങ് നടക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകളല്ലേ? നല്ല രീതിയിൽ വരുമാനം ഉണ്ടായിക്കൂടെ? റീറ്റെയിൽ ചെയ്തിട്ട് വരുമാനം വാങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ സെൽഫ് യൂസേജിന് ഇതൊന്നും വേണ്ട, കച്ചവടം വേണ്ട, റീപർച്ചേസ് ഒന്നും വേണ്ട, സ്വന്തം ഉപയോഗത്തിന് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ? അതേപോലെ ഹോം ഷോപ്പ് ചെയ്യുന്ന, കാരണം ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയും, കച്ചവടം തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഷോപ്പിയാക്കി തുടങ്ങുക. ഏകദേശം ഒരു 10-50 റുപ്യേന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു ബിസിനസ്സുകാരനെ പോലെ നിങ്ങൾക്ക് ചിന്തിച്ച് തുടങ്ങുന്നതാണെങ്കിൽ എത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള വലിയൊരു ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് ബിസിനസ് വരുന്ന ആളുകൾ ഉണ്ടാവും. അല്ലാണ്ട് ബിസിനസ് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കുക. ഇനി ഇത് പഠിച്ചു വരുന്ന കുട്ടികൾ എന്ത് കണ്ടിട്ടാ വരിക? ബിസിനസ് കണ്ടിട്ടാ വരിക. അപ്പം ബിസിനസ് മനസ്സിലാക്കി വരുന്ന ആളുകൾ നമ്മളെ കൂടെ വരും. അങ്ങനെ ഒരാഴ്ച ഒരു 10 ലക്ഷത്തിന്റെ കച്ചവടമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ 12% നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ടിലേക്ക് 1,20,000 രൂപ നമ്മൾ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരും. ഇനി കമ്പനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തരാൻ പറ്റില്ല. അതെന്ത് ചെയ്യും? പിന്നെ 17 ലക്ഷം കച്ചവടം ഓർഗനൈസേഷൻ 1-ലും 17 ലക്ഷം കച്ചവടം ഓർഗനൈസേഷൻ 2-ലും ഇതേപോലെ ഒരു 1-2-3 വർഷം കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ ടീമിലൂടെ വരുന്ന കച്ചവടം ഒരു 17 ലക്ഷത്തിന്റെ കച്ചവടം നിങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിന്റെ 12% ആയിട്ടുള്ള 2,10,000 നമുക്ക് എന്ത് ചെയ്യും? ഒരാഴ്ച വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു പഴയ കണക്കാണ്. ഇപ്പൊ റേറ്റ് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ GST ഒക്കെ കുറഞ്ഞ സമയത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പഴയ കണക്കിലാണ്. നമുക്ക് നിങ്ങളൊന്ന് താരതമ്യം ചെയ്താൽ മതി. റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നത് എന്നുള്ള. നമ്മൾ വാങ്ങുന്ന DP പ്രൈസിനാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. 143 ഇപ്പൊ 132. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കണക്ക് പറഞ്ഞുതരാം. ഒരു റീറ്റെയിൽ ഒരു പേസ്റ്റ് വിറ്റാൽ നമുക്ക് എന്ത് ചെയ്യും? ഏകദേശം നമുക്ക് ഒരു 51 റുപ്യ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണക്കാണ് 40 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 10 പേസ്റ്റ് ഡെയിലി വിറ്റുന്നാണെങ്കിൽ 30 ദിവസം കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ കണക്ക് പ്രകാരം 15,000 രൂപ വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. ഒരു പേസ്റ്റിന്റെ കണക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് അക്കൗണ്ടിലൂടെ 2 ഓർഗനൈസേഷൻ 1-ലും 2-ലുള്ള വ്യക്തി ഓരോ പേസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും 12 റുപ്യ അക്കൗണ്ട് കിട്ടും. വിറ്റാലും പൈസ കിട്ടും, വിപ്പിറ്റാലും പൈസ കിട്ടും. ഇപ്പൊ ഒരു കവചപ്രാശാണെങ്കിലോ, കവചപ്രാശാണെങ്കിൽ നമ്മൾ നോക്കുക, ഒരു കവചപ്രാശത്തിന് 445 ആണെങ്കിൽ ഒരു 10 കവചപ്രാശവും 30 ദിവസവും അത്രയൊന്നും വിൽക്കണ്ട. എന്നാലും ഞാൻ കണക്ക് പറയുമ്പോൾ ഒന്ന് പറഞ്ഞതാണ്. ഈ കണക്കുകൾ നോക്കുക. 1,33,500 മാസ വരുമാനം റീറ്റെയിൽ ചെയ്താൽ മാത്രം. അപ്പൊ അത്ര പോലും വലിയ അവസരമുണ്ട്. അപ്പൊ നമുക്ക് 10 കവചപ്രാശം വെക്കണ്ട, 2 വെച്ച് ഇട്ടോളി. എന്നാൽ പോലും എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഇന്നും 6,000 റുപ്യക്കും 5,000 റുപ്യക്കും 7,000 റുപ്യൊക്കെ പല ഷോപ്പുകളിലും പോയി നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ? അതൊന്നും അവർക്ക് വിട്ടുകൂടാതെ പിടിച്ചു നിൽക്കുന്നില്ലേ? അവരൊക്കെ ആ ജോലിന്റെ കൂടെ എക്സ്ട്രാ ഒരു ഇൻകം എന്നുള്ള രീതിയിലേക്ക് നമുക്കിത് കണ്ടുകൂടെ തുടക്കത്തിൽ? ആ രീതിയിലടക്കം നമുക്ക് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി അത് 2 വ്യക്തികൾ ഓർഗനൈസേഷൻ 1-ലും 2-ലും 2 കവചപ്രാശം വാങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ 88 റുപ്യ അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് ബിസിനസ് പ്ലാൻ പറയുന്നത്. ഒരു ബിസിനസ് സക്സസ് ആവാൻ 4 കാര്യങ്ങളാണ്. ഒന്ന് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം, ഒന്ന് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം, പിന്നെ ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടം പോലെ കിട്ടാൻ പറ്റണം. ഇനി സപ്ലൈ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സപ്ലൈനുള്ള സിസ്റ്റം നമ്മളിലൂടെയാണ് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആണ്. കാരണം നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളാണ്. എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. കാരണം സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല.
പേര് ജുബൈർ സാർ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, പ്രവീൺ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വൈകി വന്ന ആളുകൾക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് പ്രവീൺ എന്നാണ്, സ്വദേശം തൊട്ടിൽപ്പാലത്താണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് മുന്നേ തുടക്കത്തിൽ +2 കഴിഞ്ഞ പഠനം മൊബൈൽ ടെക്നീഷ്യനാണ് പഠിച്ചത്. കാരണം ടെക്നോളജി ഇനിയൊരു പുതിയൊരു കാലഘട്ടം ആ രീതിയിലായത് കൊണ്ട് തന്നെ വേറെ ഒരു തൊഴിലും പഠിച്ചിട്ടില്ല. ഡ്രൈവിംഗ് പോലും പഠിച്ചില്ല. കാരണം ഡ്രൈവറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അതിൻ്റെ അകത്ത് എന്തുണ്ടാക്കാന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടാണ് അന്ന് കാലത്ത് ഡ്രൈവിംഗ് പോലും പഠിക്കാതിരുന്നത്. പക്ഷെങ്കിൽ പിന്നീട് സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങുന്ന ലക്ഷങ്ങളും കോടികളും മുടക്കണം എന്നുള്ളത്. അപ്പോൾ ഗൾഫിലേക്ക് പോകേണ്ടതായിരുന്നു പിന്നീടുള്ള ആഗ്രഹം. അങ്ങനെ ഗൾഫിൽ പോയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം നാട്ടിലൊരു സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും എന്നുള്ളൊരു മാറ്റം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഷോപ്പ് തുടങ്ങിയ സമയത്താണ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും വീണ്ടും ചെയ്യണം. കാരണം നമ്മൾ വിചാരിച്ച പണം മാത്രം പോരാ, വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു 2-3 വർഷം കൊണ്ട് ചെറിയൊരു കടത്തിന്റെ അകത്ത് ഒരു 4-5 ലക്ഷം റുപ്യക്ക് അതും പൂട്ടേണ്ട വന്നു. പക്ഷെ ഞാൻ രണ്ടുപേരും ഷെയറിലാണ്. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്തു, ആ ബിസിനസ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി. പിന്നെ കൊറോണ സമയത്തിന് മുന്നേ ഒക്കെ തന്നെ ഞാൻ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും കൊറോണ സമയത്തിന് ശേഷം എന്ത് ചെയ്തായത് ആ പണിയും നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, നമുക്കറിയാം, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, കൊറോണ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി കുറച്ച് നാളത്തേക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ വന്ന് നിൽക്കുന്നു. എന്നാലും 2 പണി അറിയുന്നുണ്ട്. മൊബൈൽ ഷോപ്പ് അറിയുന്നതുകൊണ്ട് വീട്ടിൽ നിന്നിട്ടും സർവീസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാട്ടിലൊരു സ്വന്തം ഷോപ്പിൽ പിന്നെയും തിരിച്ചു കയറി. സ്വന്തം ഷോപ്പല്ല, വേറെ ആളെ ഷോപ്പ് തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പൊ ഒരു തൊഴിൽ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി എന്ത് എന്നുള്ള ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാമനിലൂടെ കിട്ടുന്നത്. ഞാനിത് ഗൾഫിൽ പോയ സമയത്തുള്ള ഫോട്ടോ ആണ്. ഒന്ന് നാട്ടിലുള്ള സർവീസ് സെന്റർ ആണ്. അപ്പൊ ഇതെന്റെ വൈഫാണ്. എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു ഗൾഫിൽ നിൽക്കുന്ന സമയത്ത്. ഗൾഫിലല്ല, ഇത് പഴയ ഫോട്ടോ ആണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ രണ്ട് മേഖലയിൽ വർക്ക് ചെയ്ത ആളുകളാണ്. വൈഫിന് വേറൊരു മേഖലയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് വേറെ മേഖലയാണ്. ഒരിക്കലും ആ 2 മേഖലയിൽ ഞങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാനാവില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ ഞാൻ അത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ അവൾ എൻ്റെ മൊബൈൽ ടെക്നീഷ്യൻ പഠിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചേ മതിയാവും. കാരണം എന്നാൽ മാത്രമേ ഒരുമിച്ച് എൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. എന്നാൽ അവിടെ നിങ്ങൾ നോക്കുക, രണ്ടുപേരും ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്ന സമയത്ത് എൻ്റെ കൂടെ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫും കൂടിയാണ് ആദ്യം. അപ്പൊ തുടക്കത്തിൽ ഈ ഒരു ബിസിനസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ കാര്യം വന്നില്ല. പക്ഷെങ്കിൽ പിന്നീട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നല്ല ട്രെയിനിങ്ങും പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഇത് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫാമിലി ആയിട്ട് ഈ ബിസിനസ് ഇന്ന് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് DTC എന്നുള്ള റാങ്കിലൊക്കെ വൈഫ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കാണ്. പിന്നെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾ എൻ്റെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പൊ അന്ന് ഇതൊന്നും വിചാരിച്ചിട്ടൊന്നല്ല, 2014 ഇട്ട പോസ്റ്റാണ് ഒരു ബുള്ളറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്വപ്നം ഈ ബിസിനസ്സിലൂടെ സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ട്രെയിനിങ്ങും പ്രോഗ്രാമും, കാരണം 2 ദിവസം ഒരു RTP അല്ലെങ്കിൽ നമ്മളെ ബൂട്ട് ക്യാമ്പ് എന്നുള്ള രീതിയിൽ കട്ടിംഗ് എഡ്ജ് എന്നുള്ള പേരുള്ള ഒരു RTP പങ്കെടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായ മാറ്റങ്ങളാണ്. കാരണം ആദ്യമായിട്ട് ബിസിനസ്സിൽ വന്നിട്ട് ഒരു പൈസ പോലും കിട്ടാത്ത സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് 2.5 ദിവസത്തെ ഒരു RTPക്ക് 2500 കൊടുത്തിട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം അല്ലെങ്കിലും കടം വാങ്ങിയിട്ടാണ് ഈ ഒരു RTPക്ക് പങ്കെടുത്തെങ്കിലും അന്ന് അവിടുന്ന് പടി ഇറങ്ങുമ്പോൾ തീരുമാനിച്ചു ഈ ബിസിനസ്സിന് ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യണം, സീരിയസ് ആയി ചെയ്യണം എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഉണ്ടായ അച്ചീവ്മെന്റ് ആണ്, സ്റ്റാർ റാങ്ക് അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തിയെ നമുക്കറിയാം അല്ലേ, നിങ്ങളൊക്കെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ ബേക്കിരുന്ന് പഴയ വണ്ടികളിലാണ് യാത്ര ചെയ്തത്. അന്നേരം ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ പിന്നീട് നമ്മുടെ നൗഫൽ സാറ് അദ്ദേഹത്തിന്റെ വണ്ടി മാറ്റി ബുള്ളറ്റ് ആക്കി. അപ്പോഴും പഴയ ആഗ്രഹം ഒന്ന് പിന്നെയും വന്നു, ഇങ്ങനെ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഈ ബിസിനസ്സിലൂടെ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കി എന്നുള്ളതാണ്. 2.5 ലക്ഷം രൂപ വരുന്ന ബുള്ളറ്റ് സ്വന്തമാക്കി. അതിലൂടെ ഇൻകം ഒക്കെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റി. 21,000 രൂപയൊക്കെ ഒരാഴ്ച വരുമാനം ഉണ്ടാക്കാനും ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി നല്ല ട്രെയിനിങ് പ്രോഗ്രാം എടുക്കണം എന്നുള്ളതും, എനിക്ക് എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ, ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആവശ്യം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് നാം വാങ്ങിച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. എന്തായാലും പിന്നെ എന്താണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ലീഡേഴ്സിനോട് ഒന്ന് സംസാരിക്കുക. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ